ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ജമ്മുവിലെ ആർഎസ്പുരയിൽ മലയാളി വൈദികന് നേരെ ആക്രമണമാണ് നടന്നത്. പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ക്രിസ്മസ് തലേന്നാണ് ഈ സംഭവം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് വൈദികനും കുടുംബവും ആരോപിച്ചു. വൈദികന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, പറയൂ വിശദാംശങ്ങൾ. റോഷ്നി, കഴിഞ്ഞ 13 വർഷമായി പാസ്റ്റർ ബേബി ജേക്കബും കുടുംബവും ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്കെതിരെ കഴിഞ്ഞ ക്രിസ്മസ് ദിന തലേദിവസമാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ പരിസരത്തും വീട്ടിലും വെച്ച് ഇത്തരത്തിൽ BJP പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് ഇതിൽ പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഒരു ക്രിസ്മസ് ഘോഷയാത്ര അവർ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചില ആളുകൾ, പ്രത്യേകിച്ച് BJP സംഘപരിവാർ പ്രവർത്തകരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. അത്തരത്തിൽ പരിചയമുള്ള ആളുകൾ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഇവരുമായി ബന്ധപ്പെട്ട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ പ്രധാനമായും ഈ ആർഎസ്പുരയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ പോലീസ് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ആരുടെയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയില്ല. മതപരിവർത്തനം തന്നെയാണ് ഇവിടെയും ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ മതപരിവർത്തനമോ അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവരുമായി അടുത്ത ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തു. നമ്മൾ പലതവണ ഈ പാസ്റ്ററെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല. വലിയ തരത്തിലൊരു ആശങ്ക അദ്ദേഹത്തിനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സംഘപരിവാർ അനുകൂല മേഖലയാണ്, പ്രത്യേകിച്ച് BJP RSS ശക്തമുള്ള മേഖലയാണ്. അവിടെ ഇവർക്കെതിരെ പറയുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി കൂടുതൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ഇവർക്കും ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ആ ഭീതി അവർക്കും ഉണ്ട്, കുടുംബത്തിനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനുമാണ് ഈ ക്രിസ്മസ് തലേദിവസം ഇത്തരത്തിലൊരു ദാരുണമായ അനുഭവം നേരിടേണ്ടി വന്നത്. വീട്ടിൽ കയറി ആക്രമിക്കുകയാണ്, പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദം ഇത് ഉയർന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനോട് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് റഹീം അയച്ച കത്തിലൊക്കെ ഇക്കാര്യം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബേബി ജേക്കബിനെതിരായ അതിക്രമത്തിൽ ഉത്തരവാദികളായ ആക്രമണം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യണം, അവരെ നിയമത്തിന് കൊണ്ടുവരണമെന്ന ആവശ്യം റഹീം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിൽ പാസ്റ്റർമാർ, അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ പുരോഹിതർ അടക്കമുള്ള ആളുകൾ ക്രിസ്മസ് നാളുകളിൽ രാജ്യത്ത് ഉടനീളം ആക്രമിക്കപ്പെടുകയും വലിയ ഭീതിയിലേക്ക് പോയ സാഹചര്യമുണ്ട്. അതിൽ തുടർച്ചയാണ് ജമ്മു കാശ്മീരിലെ ആർഎസ്പുരയിലും ഉണ്ടായത്. പാസ്റ്റർ ബേബി ജേക്കബിന് സമാനമായ അനുഭവം തന്നെ ഉണ്ടായത്. അദ്ദേഹത്തെ വീട്ടിൽ കയറിയാണ് BJP RSS പ്രവർത്തകർ ആക്രമിച്ചത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.